എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ നമ്മുടെ ന്യൂ ഇയർ അല്ലേ, അപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒന്ന് സ്വീറ്റ് ഉണ്ടാക്കട്ടെ. ഒരു ഹൽവ ഉണ്ടാക്കിയാലോ? അടിപൊളിയാണ് ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ നേന്ത്രപ്പഴവും അവലും റവയും കുറച്ച് ശർക്കരയും തേങ്ങയും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാമോ? ആദ്യം തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും നമ്മുടെ ഇതില്ലേ ബദാമും കൂടി എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട് എന്തായാലും ഇടാം കേട്ടോ. അതിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മുടെ നേന്ത്രപ്പഴം ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി വഴറ്റിയെടുക്കുക. പിന്നെ ഒരു തേങ്ങ, നമ്മുടെ ഒരു അരമുറി തേങ്ങ ചിരകിയത് കൂടി നല്ലോണം ഒന്ന് തേങ്ങയുടെ വെള്ളമൊക്കെ വറ്റുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒന്ന് പഴമൊക്കെ സോഫ്റ്റ് ആകുന്നവരെ കേട്ടോ. അതെന്നിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. ഈ പാൻ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പാനിൽ പിന്നെയും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അവിൽ ഒന്ന് നല്ലോണം ഒന്ന് വറക്കുക. പിന്നെ അതിലിടക്ക് ഞാൻ ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നല്ലോണം ഒന്ന് വറുത്തിട്ട് അതിന് ഒരു അരക്കപ്പ് റവ എടുക്കുക കേട്ടോ. റവയും കൂടി നല്ലോണം ഒന്ന് ഫ്രൈ ആക്കുക. ഈ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് വരാനുണ്ട്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇത് സെർവ് ചെയ്യുന്ന ഇത് എടുത്ത് വെക്കുന്ന ശരിയാക്കി വെക്കുന്ന പാത്രത്തിൽ വെണ്ണയോ നെയ്യോ എന്തെങ്കിലും റെഡിയാക്കി വെക്കാം. പിന്നെ നമുക്ക് ഈ അവില് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു. ഇത് നല്ലോണം ഒന്ന് തിളക്കുമ്പം ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. കാരണം റവ ഉള്ളതല്ലേ. അപ്പോൾ റവ നല്ല സമയത്തിന് ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വെക്കുക കേട്ടോ. എല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴവും തേങ്ങയൊക്കെ എടുത്ത് വെക്കുക. തേങ്ങയൊക്കെ അതിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് നല്ലോണം വഴറ്റിയിട്ട് നമ്മൾ ഫ്രൈങ് പാനിൽ നിന്ന് ഒന്ന് പഴമൊക്കെ ഒന്ന് ഇതാക്കി ഫ്രൈങ് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിവാവില്ലേ. അപ്പം നമുക്കിത് വാങ്ങി വെക്കാം. വേണമെങ്കിൽ നെയ്യ് ഞാൻ അധികം ചേർത്തിട്ടില്ല. കാരണം നെയ്യ് കുറേ ചേർത്താലും നമുക്ക് ഹെൽത്തി അല്ലല്ലോ, അതുകൊണ്ട് അധികം ചേർത്തിട്ടില്ല. അപ്പം അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം അത് ഇങ്ങനെ ചെയ്തിട്ട് നല്ലോണം തണിഞ്ഞാൽ മാത്രം എടുത്തിട്ടൊന്ന് ആക്കി വെച്ചാൽ മതി കേട്ടോ. ബായ്.